താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് എനിക്ക് സെലക്ട് ചെയ്യാൻ പാകത്തിലൊരു സിനിമകൾ ആരും കഥാപാത്രങ്ങൾ എവിടെയും ഉണ്ടാക്കി വെച്ചിട്ടൊന്നുമില്ല. അപ്പം നമ്മളിപ്പോൾ ഈ കണ്ട വീഡിയോ വെച്ചിട്ട് താങ്കൾ ഇങ്ങനെ ഒരു ഒഴുകി ഒഴുകി വരികയായിരുന്നു. ഇപ്പോൾ മോഹൻലാലാണെങ്കിലും അങ്ങനത്തെ അല്ലെങ്കിൽ മമ്മൂട്ടി ആണെങ്കിലും ഒരു സെലക്റ്റീവ്നെസ് എന്ന് പറയുന്നത് ഇല്ലായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ സെലക്റ്റീവ് എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ ഇതുവരെയെങ്കിലും താങ്കൾ അങ്ങനെ ഒരു സെലക്റ്റീവ് ആക്ടർ അല്ലായിരുന്നോ? ഇതുവരെയല്ല, ഇനിയും അങ്ങനെ ആവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? നമുക്കിപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം നമുക്ക് സെലക്ട് ചെയ്യാനുള്ള നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഞാനാണ് അതിന് പേ ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് വേണ്ട, ഇന്ന സൈസിൽ വേണം, ഇന്ന കളർ വേണം, അത് വേണം, ഇത് നമുക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള, അത് ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട്, അത് ചെയ്യാനുള്ള പവർ നമുക്കുണ്ട്. സിനിമയിൽ അങ്ങനെയല്ല, എന്നെ ഓപ്റ്റ് ചെയ്യാണ് വേണ്ടത്. ഏതെങ്കിലും സംവിധായകർക്കോ തിരക്കഥാകൃത്തുക്കൾക്കോ ഈ കഥാപാത്രമാവാൻ നല്ലത് സിദ്ദിഖാണെന്ന് തോന്നുക എന്നുള്ളത്, അവരാണ് എന്നെ ഓപ്റ്റ് ചെയ്യുന്നത്. അവരിൽ ആ തോന്നൽ ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിക്കേണ്ടത്. അത് എനിക്ക് കിട്ടുന്ന ഓരോ കഥാപാത്രങ്ങളെയും ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ ഏറ്റവും മികച്ചതാക്കാൻ ഉള്ള ശ്രമം നടത്തുമ്പോൾ, ആ ശ്രമം വിജയിക്കുമ്പോൾ മറ്റൊരാൾക്ക് എന്നെ ഓപ്റ്റ് ചെയ്യാൻ തോന്നും. അതോ ഞങ്ങളൊക്കെ മുമ്പും പറയും, നമ്മൾ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് അടുത്ത 10 സിനിമയിൽ ഉള്ള വേഷങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു സിനിമയിൽ നമ്മൾ നന്നായെങ്കിൽ മാത്രമാണ് നമുക്ക് മറ്റ് സിനിമയിൽ അവസരങ്ങൾ കിട്ടുകയുള്ളൂ. നമ്മൾ ക്യാരക്ടേഴ്സ്, നമ്മളിപ്പോൾ ഒരു ഏത് നടനും മധുസാറൊക്കെ പറയും, എന്നെ കുറേ കാലം പരീക്കുട്ടിയാക്കാൻ ഇവർ ശ്രമിച്ചു. അപ്പം ഞാൻ തന്നെ, എനിക്കത് മാറ്റം വരാത്തതുകൊണ്ട് ഞാൻ തന്നെ ഒരു സിനിമ നിർമ്മിച്ചിട്ട് ഞാനതിൽ വില്ലനായിട്ട് ഞാനതിന് ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഏത് കാലഘട്ടത്തിൽ ഏത് നടനും ഒരു ഒരു അതുപോലെ തന്നെ ക്യാരക്ടേഴ്സ് വരും. അപ്പം നമുക്ക് സിദ്ദീഖ് അങ്ങനെ ഒഴിവാക്കാറില്ലേ ചിലത്? ഒരു ആവർത്തന വിരസത ഫീൽ ചെയ്യാറുണ്ട് എപ്പോഴെങ്കിലും? ഇല്ല, എനിക്കങ്ങനെ ഒരു ആവർത്തന വിരസത വരുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ വന്നിട്ടില്ല. ഇപ്പം ഞാൻ വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്താൽ പോലും എനിക്കിങ്ങനെ പിന്നീട് അടുത്ത പടത്തിലും ഇതുപോലെ വില്ലൻ, അല്ലെങ്കിൽ പോലീസ് ഇൻസ്പെക്ടർ ചെയ്യുമ്പോൾ അടുത്തതിലും ഒരു പോലീസ് ഇൻസ്പെക്ടർ, അങ്ങനെ വന്നിട്ടില്ല. ഇനി അഥവാ അങ്ങനെ വന്നാൽ തന്നെ ഞാൻ ശ്രദ്ധിക്കുന്നത്, ഞാൻ ഇതിനു മുമ്പ് ചെയ്ത്, ഇപ്പോൾ രാവണപ്രഭുവിലെ കമ്മീഷണറെ പോലെ തന്നെ വേറെ ഒരു കമ്മീഷണറുടെ വേഷം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പോക്കിരി രാജയിൽ ഞാൻ പോലീസ് കമ്മീഷണർ തന്നെയാണ്. അപ്പം ഞാൻ ചിന്തിക്കുന്നത് അത് രാവണപ്രഭുവിലെ കമ്മീഷണറിനേക്കാൾ എങ്ങനെ വ്യത്യസ്തമാക്കാം എന്നുള്ളൊരു ചിന്തയാണ് ഞാൻ എപ്പോഴും ചെയ്യുക. അപ്പോൾ ഇയാൾ എപ്പോഴും ഒരേപോലെ ചെയ്യുന്ന ഒരാളല്ല. അയാളുടെ ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അയാളുടെ കഥാപാത്രങ്ങൾക്ക് വ്യത്യസ്തത വരുത്താൻ ശ്രമിക്കുന്ന ഒരാളാണെന്നൊരു തോന്നൽ ഒരു സംവിധായകനോ തിരക്കഥാകൃത്തിനോ ഉണ്ടായാൽ തീർച്ചയായിട്ടും അവർ നമുക്ക് തരുന്നത് വ്യത്യസ്തമായ വേഷങ്ങൾ തന്നെയായിരിക്കും. ഇപ്പോൾ അയാൾക്ക് ഇന്നൊരു റോള് കൊടുക്കുക. ഇപ്പം എൻ്റെ അടുത്ത് ചില സംവിധായകർ പറയാറുണ്ട്, ഇതുവരെ സിദ്ദീഖിനെ എൻ്റെ പടത്തിൽ എനിക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. വേറെ ഒന്നുമല്ല, സിദ്ദീഖിന് ചെയ്യാൻ പറ്റുന്ന അത്ര ഒരു പവർഫുൾ ആയിട്ടൊരു റോള് വന്നിട്ടില്ല. അപ്പം അങ്ങനെയാണ് നമ്മൾ അവർ കാണാറുള്ളൂ. അല്ല നമ്മളൊരു മോശക്കാരനായിട്ടോ അയാൾ എന്തെങ്കിലും റോള് കൊടുക്കുന്നൊന്നും ആരും ചിന്തിക്കില്ല. എപ്പോഴും കഴിവുള്ള ഒരു കലാകാരനാണെന്ന് മറ്റൊരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നമ്മുടെ കഴിവിനെ വളർത്താനും ആ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാനുമാണ് എപ്പോഴും ശ്രമിക്കുക. അങ്ങനെയുള്ള ശ്രമങ്ങൾ പല തിരക്കഥാകൃത്തുക്കളും പല സംവിധായകരും നടത്തിയതുകൊണ്ടാണ് എനിക്ക് ഇത്രയധികം വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിച്ചത്. നമ്മുടെ ഈ എഴുത്തുകാരുടെ ആണെങ്കിലും ഇപ്പോൾ ഒരു അക്ഷരോത്സവമാണല്ലോ, ഒരു പാറ്റേൺ ഓഫ് റൈറ്റിംഗ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അവർക്കൊരു മാറ്റം വരും. എഴുത്തിലും അങ്ങനെ വരാറുണ്ട്. സിദ്ദീഖ് എന്ന് പറയുന്ന നടന് നിങ്ങൾ സെലക്ട് ചെയ്താലും ഇല്ലെങ്കിലും ഒരു ഘട്ടം കഴിയുമ്പോഴാണ് നമ്മളുടെ വേറൊരു ഇതായിട്ട് വരുന്നത്. ആ കറക്റ്റ് ടേൺ എവിടെ വെച്ചിട്ടാണ് തുടങ്ങുന്നതെന്ന് ബോധപൂർവമെങ്കിലും ഒന്ന് ഓർക്കാൻ പറ്റും? എനിക്ക് അങ്ങനെ ഒരു 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 പെട്ടെന്നൊരു ടേൺ വന്നതായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. ജീവിതത്തിൽ ഓരോരോ ഫേസസ് നമുക്ക് കടന്നു പോകും. ഇതനുസരിച്ച് നമ്മളിൽ ഓരോ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഞാൻ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിൽ നിന്നും പല കഥാപാത്രങ്ങളും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അല്ലാതെ ജീവിതത്തിൽ നമുക്ക് വ്യത്യസ്തങ്ങളായ ആളുകളെ പരിചയപ്പെടാനൊക്കെ ഉള്ള പരിമിതികളുണ്ട്. അതിനേക്കാൾ കൂടുതൽ ആളുകളെ നമുക്ക് പുസ്തകങ്ങളിലെ കഥകളിലൂടെ, അതല്ലെങ്കിൽ ഇനിയിപ്പോൾ നോൺ ഫീച്ചറായിട്ടുള്ള മറ്റ് ലേഖനങ്ങളിലൊക്കെ വായിക്കുമ്പോഴും നമ്മുടെ കാഴ്ചപ്പാടുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓരോ രീതിയിൽ ഓരോ കാര്യങ്ങളെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള നമ്മുടെ ചിന്താഗതികൾ മാറിക്കൊണ്ടിരിക്കും. അപ്പം ഇത് സ്വാഭാവികമായിട്ടും നമ്മുടെ അഭിനയ ജീവിതത്തെയും സ്വാധീനിക്കും. ഒരു കഥാപാത്രത്തെ ഞാൻ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നേരത്തെ ശ്രീകാന്ത് പറഞ്ഞ പോലെ തുടക്കകാലത്ത് ഈ ഗോവിന്ദൻകുട്ടിയും വീരഭദ്രനെയും മുള്ളൻചന്ദ്രപ്പൻ പിന്നീടാണ്, വീരഭദ്രനെയൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തിൽ നിന്നും ഒരു ചെറിയ വ്യത്യാസം എനിക്ക് വന്നത് സത്യമേവ ജയതയിലെ ബാലുഭായി എന്ന് പറയുന്ന സിനിമ, ആ കഥാപാത്രം എനിക്ക് കിട്ടിയപ്പോഴാണ്. അപ്പം അതുവരെ ഞാനൊരു വില്ലൻ കഥാപാത്രം ചെയ്തിട്ടില്ല. അതല്ലെങ്കിൽ ഞാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾക്ക് ഏറെക്കുറെ ഒരേ സ്വഭാവമായിരുന്നു. അതിൽ നിന്നൊരു മാറി വേറൊരു രീതിയിലുള്ള ഒരു കഥാപാത്രം ചെയ്യാൻ സാധിച്ചത് സത്യമേവ ജയതയാണ്. അപ്പോൾ ആദ്യമായിട്ടൊരു വില്ലൻ റോൾ ചെയ്യുന്നതും അത് തന്നെയാണ്. പിന്നീട് സ്ഥിരം വില്ലനായിട്ട് തളച്ചിടാതെ മറ്റ് പല രീതിയിലുള്ള കഥാപാത്രം, ഇപ്പോൾ കണ്ണകിയിൽ ചോമ എന്ന് പറയുന്ന കഥാപാത്രത്തിൽ ജയരാജ് വിളിക്കുന്നത് ഈ
സത്യമേവ ജയതയെ കണ്ടിട്ടാണ്. അപ്പം നിങ്ങൾ വേറെ രീതിയിലൊന്ന് അഭിനയിച്ചു നോക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ആ കഥാപാത്രം എനിക്ക് തരുന്നത്. പിന്നെ ആ സമയത്ത് ഞാൻ എൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ള ശ്രമം എന്ന് പറയുന്നത് എപ്പോഴും ഒരേ രൂപത്തിലായി കഴിയുമ്പോൾ നമ്മളെ തന്നെ കണ്ടാൽ ഒരു മടുപ്പ് തോന്നും. അപ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം വരുത്താൻ വേണ്ടി ഞാൻ മേക്കപ്പിലൊക്കെ ചില മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു ശ്രമം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എപ്പോഴും നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് പ്രേക്ഷകർക്ക് മടുത്തു പോരുമെന്നാണ്. നമുക്ക് എന്ത് സാധനവും പെട്ടെന്ന് മടുക്കും. കുറേ പ്രാവശ്യം നമ്മൾ ഇത് തന്നെ കണ്ടു, ഇയാളെ തന്നെ കണ്ടു, അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ള പ്രകടനം കണ്ടു കഴിയുമ്പോൾ ഒരാളോട് ഒരു മടുപ്പ് തോന്നും. പ്രേക്ഷകന് മടുപ്പ് തോന്നിക്കഴിഞ്ഞാൽ അവർ റിജക്റ്റ് ചെയ്യും നമ്മളെ. റിജക്റ്റ് ചെയ്താൽ പിന്നീടൊരു തിരിച്ചു വരവ് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മടുപ്പിക്കാതെ നോക്കുക എന്നുള്ളതാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ മടുക്കാൻ എളുപ്പമാണ്, മടുക്കാൻ എളുപ്പം തോന്നും. അപ്പം അങ്ങനെ മടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ശ്രമങ്ങളാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആർക്കും മടുക്കരുത്.